العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. അമ്പതാമത്തെ അനുസരിക്കണം. 50 ഓക്കെ പറയാം. വായിച്ചോളൂ. ഇത് നമ്മൾ പറഞ്ഞു എന്നെ ഓർമ്മ. ഒന്നുകൂടി പറയാം. 50 അത് നിങ്ങൾക്ക് ആവില്ല, പറഞ്ഞോളൂ. ഉയൈനത്തു ഉയൈനത്തു കദിമ വന്നു വന്നു ഉയൈനത്തുബിനു നസല എന്ന് പറഞ്ഞാൽ താമസമാക്കി എന്നർത്ഥം. ഇവിടെ ഇബ്നി അഖീഹി അൽ ഹുർരി ബിൻ ഖൈസ്, ഹുർർ ബിൻ ഖൈസ് എന്ന അദ്ദേഹത്തിന്റെ സഹോദരന്റെ ഇബ്നു അഖീഹി എന്ന് പറഞ്ഞ സഹോദരന്റെ മകൻ. ഒരു മിനിറ്റ് കേട്ടോ, ഒറ്റ മിനിറ്റ്. വക്കാന ഹുർറ് എന്നവരായിരുന്നു. മിനന്നഫരി അല്ലേ? മിനന്നഫരി ഒരു സംഘത്തിൽപ്പെട്ടവരായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു സമീപിക്കുന്ന ഒരു സംഘം. യുദിനി എന്ന് പറഞ്ഞാൽ അടുത്തു ചെല്ലുന്നു എന്നർത്ഥം, ചർച്ചക്കും മറ്റൊക്കെ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ വലിയ വലിയ രാജാക്കന്മാർ സമീപിക്കുന്ന ഒരു സംഘത്തിൽപ്പെട്ട ആളായിരുന്നു ഹുർർ ബിൻ ഖൈസ് എന്നവര്. ഹുർർ ബിൻ ഖൈസ് അത് ഇദ്ദേഹത്തിന്റെ
ഈ ഉയൈനത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരന്റെ മകനാണ്. അപ്പൊ അദ്ദേഹം വലിയ പണ്ഡിതനാണെന്നർത്ഥം. വലിയ പണ്ഡിതനാണ്. അങ്ങനെ അത്തരം മഹത്വമുള്ള ഈ ഹുർബിന് ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്ന് ഇദ്ദേഹം താമസമാക്കി. ആ ഖുറാ ഖുറാ എന്ന് പറഞ്ഞാൽ ഇവിടെ ഖുർആൻ അറിയുന്നവർ പണ്ഡിതന്മാർ എന്നർത്ഥം കേട്ടോ. പണ്ഡിതന്മാരായിരുന്നു അസ്ഹാബ മജ്ലിസി ഉമർ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലെ ആളുകൾ. അപ്പോൾ രാജസദസ്സിലെ ആളുകൾ പണ്ഡിതന്മാരായിരുന്നു. അപ്പോൾ ഈ ഇദ്ദേഹം വലിയൊരു പണ്ഡിതനാണ് എന്നർത്ഥം. ഈ ഹുർബിന് ഖൈസ് എന്നവരെന്താണ്? വലിയ പണ്ഡിതനാണ്. മുഷാവറ മുഷാവറക്കാര്, മുഷാവറ മെമ്പർമാരെന്നൊക്കെ പറയില്ലേ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഷാവറയിലെ അംഗവും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലെ ആളുകളും പണ്ഡിതന്മാരായിരുന്നു. കുഹൂലൻ കാനു, ശുബാൻ എന്ന് പറഞ്ഞ യുവാക്കള്, കുഹൂലൻ എന്ന് പറഞ്ഞ മധ്യവയസ്കര്. അപ്പൊ യുവാക്കളാവട്ടെ മധ്യവയസ്കരാവട്ടെ അറിവുള്ളവരായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഭയിലെ കൂടിയാലോചനക്കാരും നേതാക്കളും അവരായിരുന്നു. അപ്പോൾ ഇത് ഇദ്ദേഹം സഹോദരന്റെ മകൻ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരനാവുമല്ലോ. അപ്പൊ ചെറുപ്പക്കാരനാണ്, അറിവുള്ള ആളാണ്, ഒരു പണ്ഡിതനാണ്. അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ എന്താണ് ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താണ്, ഹുർബിന് ഖൈസ് റളിയല്ലാഹുവിനെ പരിചയപ്പെടുത്താണ്. ഹുർബിന് ഖൈസ് റളിയല്ലാഹു അൻഹു ഇത്തരത്തിലുള്ള ഒരു മഹത്വമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ ആര് വന്നിരുന്നു? ഈ അദ്ദേഹത്തിന്റെ ഉപ്പയുടെ സഹോദരനായ ഉയൈന റളിയല്ലാഹു അൻഹു വന്ന് അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് താമസമാക്കി. അപ്പൊ ചിലര് ചോദിക്കുമല്ലോ, അത് എത്ര ചെറിയ ആളാണോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സില്? ചെറുത് വലുത് എന്നൊന്നുമില്ല, ചെറുത് വലുത് എന്നല്ല, പണ്ഡിതന്മാരാണോ? ചെറുതാണെങ്കിലും ഉമർ റളിയല്ലാഹു അൻഹു സമീപിച്ചിരുന്നു. പണ്ഡിതന്മാർക്ക് മഹത്വവും സ്ഥാനവും കൊടുത്തിരുന്നു അർത്ഥം. ഉയൈനത്തു ലിബിനി അഖീഹി, ഉയൈനത്തു പറഞ്ഞു ആരോട്? ആ ആ ലക്ക
നിനക്ക് വജുഹുൻ ഒരു പദവി ഉണ്ടല്ലോ, നിനക്കൊരു സ്ഥാനമുണ്ടല്ലോ. ഉം. ഇന്ത ഹാദൽ അമീരി, ആ ഈ അമീറിന്റെ ആ അടുക്കൽ അടുത്ത്. അമീറിന്റെ അടുക്കൽ നിങ്ങൾക്ക് ഒരു സ്ഥാനം ഉണ്ടല്ലോ. ഫസ്തഅദിൻ ലി അലൈഹി, ആ അതുകൊണ്ട് ഫസ്തഅദിൻ, നീ അനുവാദം വാങ്ങിത്തരണം. അനുവാദം വാങ്ങിത്തരണം. ലി അലൈഹി, എനിക്ക് അവരുടെ അടുത്ത്. അതായത് എന്താ അർത്ഥം? ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ അനുവാദം വാങ്ങിച്ചത്, അതായത് ചെല്ലാന് എന്തോ ഒരു വിഷയം പറയാനുണ്ട് ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് റെക്കമെൻഡ് ചെയ്യണം എന്നർത്ഥം. സമ്മതം വാങ്ങിത്തരണം പറഞ്ഞു. ഫസ്തഅ്ദന, ആ സമ്മതം ചോദിച്ചു. ഫസ്തഅ്ദന എന്ന് പറഞ്ഞാൽ സമ്മതം ചോദിച്ചു. ഫഅദിന ലഹു ഉമറു, ആ അങ്ങനെ ഉമർലാന്റെ അടുത്ത് എത്തിയപ്പോൾ കാല കാല ഉം. 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 ആ ആ തൊഴുത്തീന, നീ ഞങ്ങൾക്ക് നൽകുന്നില്ല. ആ ബിൽ അദ്ലി, നീ ഞങ്ങൾക്ക് അധികം ഒന്നും നൽകുന്നില്ല. ജസ്ല് എന്ന് പറഞ്ഞാൽ അധികം മുതൽ. നീ ഞങ്ങളുടെ അടുക്കൽ നീതി കൊണ്ട് വിധിക്കുന്നുമില്ല. രാജാവിന്റെ അടുത്ത്, ഖലീഫന്റെ അടുത്ത് പോയി പറയാണ്. അധികം മുതല്. അപ്പൊ എങ്ങനെ ഉണ്ടാവും ഒരു ഭരണാധികാരി അടുക്കൽ, പ്രത്യേകിച്ച് ഉമറുള്ളാന്റെ അടുക്കൽ ഇങ്ങനെ പോയി പറഞ്ഞ? ആ നിങ്ങള് അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ നീതി കാണിക്കണില്ല, ഞങ്ങൾക്ക് തരേണ്ടതൊന്നും തരുന്നില്ല എന്നാണല്ലോ. ഉമറുള്ള എന്ന് പറഞ്ഞാല് ഏറ്റവും വലിയ നീതിമാനാണ്. അപ്പൊ ഇദ്ദേഹത്തിനൊരു ഒരു എന്താ പറയാ, ഒരു അറിവില്ലായ്മ ഉള്ള ഒരാളാണ്. അപ്പോ ബാക്കി അല്ലല്ല അതല്ല. വലാ തഹ്കുമു, നീ വിധിക്കുന്നില്ല, ഹുക്മ് പറയുന്നില്ല, വിധി നടത്തുന്നില്ല. ഫീന, ഞങ്ങളിൽ, ബിൽ അദ്ലി, നീതിപൂർവം വിധിക്കുന്നില്ല. മറ്റേതാണ് മാ തുഅ്തീന, നീ നൽകുന്നില്ല. അൽ ജസ്ല, ജസ്ലിനെ, ജസ്ല് പറഞ്ഞാൽ ധാരാളം ഒന്നും നൽകുന്നില്ല. തരുന്നുണ്ട്, ഞങ്ങൾക്ക് കുറെ വേണം, ഞങ്ങൾക്ക് കുറെ ഒന്നും നീ തരുന്നില്ലല്ലോ, നീതിപൂർവം വിധിക്കുന്നുമില്ല എന്ന് പറഞ്ഞു. ഹുക്മ് പറയാൻ
എന്ന് പറഞ്ഞാൽ ഹമ്മ ഹമ്മ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചു. അൻ യൂക്കിഅ ബിഹി, അദ്ദേഹത്തെ എടുത്ത് ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചു. യൂക്കിഅ ബിഹി, ഹമ്മ അൻ യൂക്കിഅ ബിഹി എന്ന് പറഞ്ഞാൽ മർലാനു അദ്ദേഹത്തെ ശിക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അതുവരെ അത്രക്കും ദേഷ്യം വന്നു. ശിക്ഷിച്ചിട്ടില്ല, നമുക്ക് സാഹചര്യത്തിൽ നിന്ന് ഇവർക്ക് മനസ്സിലാവുമല്ലോ, രാജസദസ്സെന്ന്. അപ്പൊ പറയണം, ഇപ്പൊ ഉമർലാവിനെ പിടിച്ച് ശിക്ഷിക്കുന്നുള്ള രൂപത്തിൽ അത്രക്കും ദേഷ്യം വന്നു. ആ. ആ. ആരോട്? ഉമർലാവിനോട് പറഞ്ഞു. ആ. 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 സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലല്ല, അള്ളാഹു നബിയോട് പറഞ്ഞു. ആ, എന്താ പറഞ്ഞു ഇനി? അതായത് ഇപ്പോ ഈ ഒരു കേസ് വന്നപ്പോ ക്ഷമിക്കാൻ വേണ്ടി പറയണം. അപ്പൊ ഇത് പണ്ഡിതന്മാരെ അതാണല്ലോ ദൗത്യം, ഈ മറന്നു പോണ കാര്യങ്ങളെ എന്ത് ചെയ്യണം, ഉണർത്തണം. അപ്പോ രാജസദസ്സിലെ ഒരു പണ്ഡിതനാണ് എന്താ, അപ്പൊ അദ്ദേഹം പറയാണ്, അള്ളാഹു തആല നബിനോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. ആ, പറയും. അഫുവ, അഫുവ്, അഫുവ്. വഅ്മുർ ബിൽ ഉർഫി വഅഅ്രിദു അനിൽ ജാഹിലീൻ. അല്ല, വഅ്മുർ, വഅ്മുർ, വഅ്മുർ. ഉം. അഫുവിനെ, ആ, അഫുവ് നിങ്ങൾ സ്വീകരിക്കണം, വിട്ടുവീഴ്ച നിങ്ങൾ സ്വീകരിക്കണം, വിട്ടുവീഴ്ച ചെയ്യണം എന്നർത്ഥം. ഉം. നല്ലത് കൽപ്പിക്കണം. വഅ്മുർ, നിങ്ങൾ കൽപ്പിക്കണം, ബിൽ ഉർഫി, നല്ലത്. ആ. അറിവില്ലാത്തവരെ തൊട്ട് നിങ്ങൾ പിന്തിരിഞ്ഞു കളയണം. അറിവില്ലാത്തവരെന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളത് സ്വീകരിക്കണ്ട, അത് ഒഴിവാക്കി വിടാൻ, നെവർ മൈൻഡ് ആക്കണം എന്നർത്ഥം. ഇത് അള്ളാഹുവിന്റെ നബിയോട് പറഞ്ഞു. ആ. 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 ഉം. തലാഹ. ഉം. ഉം. ഉമറു, ഉമർ റളിയല്ലാഹു അൻഹു അതെന്തായില്ല, വിട്ടുകടന്നില്ല. ആ ആയത്തിനെ ഹീന തലാഹ, ആ ആയത്തിനെ ഓതിയപ്പോ, തിലാവത്ത്, തിലാവത്ത് എന്ന് വന്നാണ് തല. അപ്പൊ ഈ ആയത്തിനെ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഓതിക്കൊടുത്തപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അതെന്തായില്ല, മറികടന്നില്ല.
ഉമർ റളിയല്ലാഹു അൻഹു വക്കാന വഖാഫൻ ഇൻദ കിതാബില്ലാഹി തആല, അള്ളാഹുവിൻ്റെ കിതാബ് മുറുകെ പിടിക്കുന്ന ആളാണല്ലോ. ഉമർ ആയത്തിന് മറികടന്നില്ല, അത് ശിക്ഷയൊന്നും ചെയ്തില്ല, ക്ഷമിച്ചു എന്നർത്ഥം. അല്ലല്ല, ഉർഫ് എന്ന് പറഞ്ഞാൽ നന്മ, മഅറൂഫ്, നന്മ കൊണ്ട് കൽപ്പിക്കണം. മറ്റേത് അഫു പറഞ്ഞാൽ അത് ഖുദിൽ അഫുവ, അഫുവിനെ നിങ്ങൾ സ്വീകരിക്കണം, അഫു ചെയ്യണം, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. ഒരു മറികടക്കുക, വിട്ടുകടക്കുക. മാജാവസ വിട്ടുകടന്നില്ല. ഓതിയപ്പോൾ, തല ആയത്തിനെ ഹുർറ് റളിയല്ലാഹു അൻഹു ഓതിയപ്പോൾ, മുറുകെ പിടിക്കുന്ന ആളായിരുന്നു. ഖുർആൻ പറഞ്ഞോടത്ത് നിൽക്കുന്നത്, അതിന്റെ അപ്പുറത്തേക്ക് കടക്കൂല. അപ്പൊ ഇവിടെ നമ്മളിപ്പോ ക്ഷമയുടെ അധ്യായമാണല്ലോ. ഉമറുല്ലാഹിന് എന്ത് ചെയ്തു? ക്ഷമിച്ചു. ഒരു ഹദീസിൽ കാണാം, അള്ളാഹു നമ്മളോട് ഇങ്ങോട്ട് അക്രമം കാണിച്ചവരോട് എന്ത് ചെയ്യണം? നമ്മൾ വിട്ടുവീഴ്ച ചെയ്യണം. നമുക്ക് തരാത്തവർക്കും നമ്മൾ കൊടുക്കണം. നമ്മളോട് ബന്ധമില്ലാത്തവരെയും എന്ത് ചെയ്യണം? നമ്മൾ അങ്ങോട്ട് ബന്ധപ്പെടണം എന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. ഒരു ഹദീസ് അങ്ങനെ വന്നിട്ടുണ്ട്. ഈ ഒരു ആയത്ത് ഉണ്ട്. അപ്പം നമ്മൾ പറഞ്ഞ ആയത്ത് ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത്തരത്തില് എല്ലാ നന്മകളെയും ഉൾക്കൊള്ളിക്കുന്ന ഒരായത്ത് വേറെ ഖുർആനിലില്ല. ഈ മൂന്ന് കാര്യം: വിട്ടുവീഴ്ച ചെയ്യുക, നല്ലത് കൊണ്ട് കൽപ്പിക്കുക, അറിവില്ലാത്തവരുടെ ആരോപണങ്ങളും മറ്റൊക്കെ മെയിൻറ്റാക്കാതിരിക്കുക. അത് നമ്മൾ ചെയ്താൽ മതി. നമ്മുടെ ഉസ്താദുമാരൊക്കെ കണ്ടില്ലേ, ഓരോരുത്തർ ഓരോന്ന് പറയും. അതൊക്കെ നമ്മൾ അവഗണിക്കേണ്ടത് അവഗണിക്കുക, നല്ലത് എന്ത് ചെയ്യുക? നമ്മൾ പറയുക, വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക. ഈ മൂന്ന് സ്വഭാവം ഒരാളിലുണ്ടോ, അവന് വലിയവനായിരിക്കും. പിന്നെ അസറത്തുൻ
എന്താ നഹ തീർച്ചയായിട്ടും സതകൂനു ബഅദി എനിക്ക് ശേഷം ഉണ്ടാകും അസറത്തുൻ അർഹതയില്ലാത്തവരെ തെരഞ്ഞെടുക്കലുണ്ടാകും. അസറത്തുൻ അർഹതയില്ലാത്തവരെ തെരഞ്ഞെടുക്കൽ. ആ തുൻകിറൂനഹ ആ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത നിങ്ങൾക്ക് വെറുപ്പുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവും. അത് ഞാൻ വഫാത്തായി കഴിഞ്ഞ് എൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷം അനർഹരായ അർഹതയില്ലാത്ത കുറേ ആളുകളെ തെരഞ്ഞെടുക്കലും നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. നേരത്തെ പറയണം നിബിധങ്ങൾ. മനസ്സിലായില്ലേ? ആ അല്ല അല്ല അങ്ങനെയല്ല. അപ്പോൾ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ ഫമാ തഅ്മുറുന അപ്പോ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ കൽപ്പിക്കുന്നത്? തഅ്മുറു അമറ യഅ്മുറു അമറ കൽപ്പിച്ചു, യഅ്മുറു കൽപ്പിക്കും, തഅ്മുറു നിങ്ങൾ കൽപ്പിക്കും ഞാൻ ഞങ്ങളോട്. അപ്പൊ എന്ത് ചെയ്യാനാണ് അങ്ങ് ഞങ്ങളോട് കൽപ്പിക്കുന്നത്? ആ തുഅദ്ദൂനൽ ഹഖ്ക തുഅദ്ദൂനൽ ഹഖ്ക ആ ഉം. നിങ്ങളുടെ മേലുള്ള ബാധ്യതകൾ നിങ്ങൾ നിറവേറ്റണം. നിങ്ങളുടെ മേൽ നിർബന്ധമായ ബാധ്യതകൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിറവേറ്റണം. ആ പിന്നെ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുകയും വേണം. അപ്പൊ അതായത് ഖലീഫമാര് എല്ലാവരും എന്തായിട്ടില്ല, ഇസ്ലാമികമായ പൂർണ്ണമായ ആശയങ്ങൾ മുറുകെ പിടിച്ചവരൊന്നും അല്ല. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇസ്ലാമിക ഖിലാഫത്തിൽ തന്നെ. അപ്പോൾ നിങ്ങൾ ക്ഷമിച്ചിട്ട്, നിങ്ങൾക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ അവരെ അംഗീകരിച്ച് ജീവിക്കണം. അള്ളാഹുവിനോട് നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ ആത്മാർത്ഥമായി ക്ഷമയോടുകൂടെ ദുആ ചെയ്യുകയും വേണം. മനസ്സിലായി? ഇപ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവും അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒക്കെ അവരുടെ ജീവിതകാലത്ത് ഉള്ള ഖലീഫമാരെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അവരാരും എന്തായിട്ടില്ല, ആ വ്യവസ്ഥാപിതമായ ഭരണത്തിനെതിരെ ആയുധമെടുത്ത് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അവർക്ക് അവകാശങ്ങൾ കുറേ നിഷേധിക്കപ്പെട്ടിരുന്നു. അത് നിങ്ങൾ ക്ഷമയോടുകൂടെ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. പിന്നെന്തും ചെയ്യുക, നിങ്ങളുടെ ബാധ്യത നിങ്ങൾ നിറവേറ്റുകയും ചെയ്യുക. ഓക്കെ അല്ലേ? അനർഹമായവരെ പരിഗണിക്കൽ, അർഹതയില്ലാത്തവരെ പരിഗണിക്കൽ. നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഇഷ്ടമില്ലാത്തത് അതിന്
ഉം. അല്ല, നിങ്ങൾ എന്താണ് ഞങ്ങളോട് കൽപ്പിക്കുന്നത് നബിയെ? ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ്? ആ, പിന്നെ ഏത്? അതിലുള്ളതാ? അതിന്റെ മീനിങ് പറയണം. ഇത് ഞാനിപ്പോ നോക്കുന്ന കിതാബിലില്ല. എന്താ വായിക്കും അത്? വൽ അസറത്തുന. ആ, അസറത്ത് എന്ന് പറഞ്ഞാൽ ആ, ഇൻഫിറാദുന. അൽ ഇൻഫിറാദു ബിഷൈഇ. അവകാശമുള്ള അർഹതയുള്ള ആളുകൾക്ക് കൊടുക്കാതെ അനർഹമായവർക്ക് കൊടുക്കുക. അർഹതയുള്ള ആളുകൾ അവിടെ ഉണ്ട്, അവരെ അവഗണിച്ചുകൊണ്ട് അർഹതല്ലാത്ത ആളുകളെ തെരഞ്ഞെടുക്കുക. ഉം. ആ, സമയം ഉണ്ടോ? ഓക്കെ, ചെയ്യാം. അപ്പൊ ക്ഷമ കൈക്കൊള്ളാനാണ് ഈ പറയുന്നത്. അടുത്ത ഹദീസും അതന്നെയാണ്, അതുമായി ബന്ധപ്പെട്ട തന്നെ. അടുത്ത ദിവസം എടുക്കാം അല്ലേ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഓക്കെ, അസ്സലാമു അലൈക്കും.